ഗൈസ്, വെൽക്കം ടു തക്കൂസ് വേൾഡ്. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ചെറിയൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ. ചെറിയൊരു ടിപ്പാണ്, ഇതെല്ലാവർക്കും അറിയുന്ന ടിപ്പായിരിക്കും, പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഈയിടെയാണ് അത് മനസ്സിലാക്കിയത്. അപ്പം ഞാൻ കരുതി അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ചെറുനാരങ്ങയൊക്കെ വാങ്ങിക്കത്തില്ല, ഈ ചൂട് സമയത്താണെങ്കിൽ നമ്മൾ കൂടുതലും വാങ്ങിക്കും. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കുടിക്കാൻ അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കും. അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പുറത്ത് വെച്ചാലും നാരങ്ങ ചീത്തയാവും, ഫ്രിഡ്ജിൽ വെച്ചാലും നാരങ്ങ ചീത്തയാവും. പുറത്ത് വെച്ചാൽ നാരങ്ങ പെട്ടെന്ന് കേടാവും, ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ദിവസം കഴിയുമ്പോൾ നാരങ്ങ ഭയങ്കര കല്ല് കണക്കാവും. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, അങ്ങനെ ആവും. പിന്നെ നമുക്ക് ആ നാരങ്ങ കൊണ്ട് ഒരു യൂസും കാണത്തില്ല, നമ്മൾ ആ നാരങ്ങ എടുത്ത് കളയും. അപ്പം നമ്മളിങ്ങനെ കേടായി പോകാതിരിക്കാൻ നമ്മൾ നാരങ്ങ എങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് ഇതേ കണക്കത്തൊരു ഗ്ലാസ് ജാറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ജാറോ എടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അത്ര നാരങ്ങ നമുക്ക് ഇതേപോലെ ഗ്ലാസ് ജാറിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ നാരങ്ങ മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. അതിനുശേഷം ഇതിത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ജാർ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഈ നാരങ്ങ ഒരു മാസത്തോളം കേട് കൂടാതെ ഫ്രിഡ്ജിലിരിക്കും കേട്ടോ. ഇത് എൻ്റെ ഗ്യാരൻറ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേ കണക്ക് നമുക്ക് ക്യാരറ്റും സൂക്ഷിക്കാവേ. ക്യാരറ്റ് നമ്മൾ വാങ്ങിച്ച് പീലൊക്കെ ചെയ്ത് അതിൻ്റെ രണ്ട് സൈഡും നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതേ കണക്ക് ഒരു ജാറിലാക്കി വെള്ളം ഒഴിച്ച് സൂക്ഷിച്ചാൽ ക്യാരറ്റ് ഒരു 2-3 ആഴ്ചയോളം ഒരു കേടുമില്ലാതെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.